കടന്നു വരുവാൻ ഒക്കെ ഇടയായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മുമ്പാകെ ആ കുടുംബത്തെയൊക്കെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. നാം ഹല്ലേലൂയ ഈ 20-ാം സങ്കീർത്തനം ചില സമയങ്ങളിലൊക്കെ കല്യാണ സമയങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനം. എന്നാൽ ഈ സങ്കീർത്തനം വളരെ നമുക്ക് ഉത്തേജനം തരുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. 20-ാം സങ്കീർത്തനം യുദ്ധത്തിന് പോകുമ്പോൾ പാടിയ സങ്കീർത്തനമാണെങ്കിൽ 21-ാം സങ്കീർത്തനം ജയിച്ചു വരുന്ന യുദ്ധത്തിന് പോയി ജയിച്ചു വരുന്നവരുടെ സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വലിയൊരു പ്രത്യേകത ഉള്ള ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. രാജാവും കൂട്ടരും യുദ്ധത്തിന് പോകുമ്പോൾ പുരോഹിതനും ജനവും ഒന്നിച്ച് ഹല്ലേലൂയ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഈ 20-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. രാജാവും കൂട്ടരും യുദ്ധത്തിന് പോകുക. അപ്പോൾ പുരോഹിതനും ജനവും ഹല്ലേലൂയ മറ്റുള്ള പ്രജകളെല്ലാം ദൈവമേ ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ രാജാവ് ജയിച്ചു വരുവാൻ ഇടയായി തീരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അവരെ നിലനിർത്താൻ ശക്തീകരിപ്പാൻ നമ്മുടെ ദൈവമക്കൾ ഇടതൊടാതെ ഹല്ലേലൂയ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കഴിവോ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരുടെ കഴിവോ മിടുക്കോ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ പ്രജകളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മൾ നിൽക്കുന്ന ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു പോർക്കളത്തിലാണ്. നമ്മൾ ജയിക്കാനുള്ളത് ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ടാണ് ജയിക്കണ്ടേ. ശത്രുവിന്റെ ആധിപത്യത്തെ നാളും നമ്മൾ ജയിച്ചു കയറണ്ടേ. അവിടെയൊക്കെ ധൈര്യം തരാൻ, ഉറപ്പ് തരാൻ ഒരു പ്രാർത്ഥനയുടെ ബലം ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ശത്രുവിന് നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ ഹല്ലേലൂയ ശത്രുവിന് നമ്മുടെ മേൽ അധികാരം പ്രാപിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. അപ്പം ഭർത്താവ് ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഭാര്യ പ്രാർത്ഥിക്കും, മക്കൾ പ്രാർത്ഥിക്കും. അത് ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങല. നമ്മുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടി ഭവനത്തിലിരിക്കുന്ന ഭാര്യമാര് പ്രാർത്ഥിക്കുമ്പോൾ അവര് പോകുന്ന വഴികളിലെല്ലാം അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, അവർ ജോലി ചെയ്യുമ്പോൾ ഒക്കെ അവർക്കൊരു വലിയ ബലമാണ്. ഭാര്യമാര് ജോലിക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് ആശ്വാസത്തിന് വേണ്ടി അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം കഴിച്ചയച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർ കുടുംബജീവിതത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ബലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം അതാണ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ഞാനൊരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ. ഒരു പെൺകുഞ്ഞ്, ഒരു 10-15 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ട്യൂഷൻ പഠിക്കാനായിട്ട് തന്റെ കൂട്ടുകാരി അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. ഈ കുഞ്ഞ് മഴയത്ത് കൊടയും പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി അവിടെ വിളിക്കുകയും തന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മരം ഒടിഞ്ഞു വീണു. ഒരു കാൽപ്പാട് മുമ്പോട്ട് വെച്ചിരുന്ന ആ മരം ആ കുഞ്ഞിന്റെ പുറത്ത് വീണ് ആ കുഞ്ഞ് അന്നേരം മരിച്ചു പോയേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കയ്യാണ്, ദൈവത്തിന്റെ കരവലയമാണ്. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് മുമ്പിൽ വെച്ചിരുന്നെങ്കിൽ ആ ഭീകരമായ മരം ഈ കുഞ്ഞത് കാണുന്നില്ല. ഹല്ലേലൂയ. താഴെ വീണ ഒച്ച കേട്ടിട്ടാണ് നോക്കുമ്പോഴാണ് തന്റെ മുമ്പിൽ വലിയൊരു മരം ചില്ലകളും ഒക്കെ ആയിട്ട് ഒടിഞ്ഞു മറിഞ്ഞ് അവിടെ കിടക്കുന്നത്. റോഡിലാണ്, നടു റോഡില്. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ നമ്മളെയൊക്കെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഹല്ലേലൂയ അന്തരീക്ഷം നമ്മൾ വിട്ടുകളയരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് ഹല്ലേലൂയ സമ്പത്ത് വേണം, ജോലി വേണം, ഇതൊക്കെ ശരിയാ. പക്ഷെ ഏറ്റവും പഠിപ്പ് വേണം, അറിവ് വേണം, ഇതെല്ലാം ശരിയാ.
പക്ഷേ ദൈവമായിട്ട് ഒരു നല്ല കണക്ഷൻ നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും ഏത് സാഹചര്യത്തിലും ദൈവമായിട്ട് ഒരു നല്ല കണക്ഷൻ ഹല്ലേലൂയ നമുക്കുണ്ടായിരിക്കണം. അത് ഈ സങ്കീർത്തന വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അല്പമായി ചിന്തിച്ച് ദൈവസന്നിധിയിലിരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാണ്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, രാജാവിന്റെ വിജയത്തിനായിട്ടുള്ള പ്രാർത്ഥനയും 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശത്രുവിന്റെ പരാജയമാണ്. ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ശത്രു പരാജയപ്പെടുന്നതാണ്. 9ാമത്തെ വാക്യം പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഈ സങ്കീർത്തന വേദഭാഗങ്ങൾ തിരിച്ച് പഠിക്കാനൊക്കെ ഇടയായിത്തീരുന്ന സങ്കീർത്തനമാണെങ്കിലും ഇവിടെ വായിച്ചത് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല കാലവും ഉണ്ട്, കഷ്ടകാലവും ഉണ്ട്. ഹല്ലേലൂയ. ഒരു മഴക്കാലം ഉണ്ടെങ്കിൽ ഒരു വേനൽക്കാലമുണ്ട്. ഹല്ലേലൂയ. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പുലർച്ചയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ ഇവിടെ നാം വായിക്കുന്നത് യഹോവ കഷ്ടകാലം ഏകദേശം 26 പ്രാവശ്യത്തെ കഷ്ടകാലം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പല നിലകളിലുള്ള കഷ്ടകാലം. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് 13 തവണ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് വരാൻ പറ്റുമെങ്കിൽ വരാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. 34ാം സങ്കീർത്തനത്തിനകത്ത് 15ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 34ാം സങ്കീർത്തനത്തിലെ 15ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കഷ്ടകാലത്തിൽ ദൈവത്തിന്റെ ഉത്തരം തന്റെ ജനത്തിന് ലഭിക്കാൻ അവിടെ നാം വായിക്കുന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രതികൂലമായിരിക്കുന്ന ചില സാഹചര്യത്തിന്റെ നടുവിൽ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വെളിപ്പെടുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഉറപ്പോടെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അവിടെ കഷ്ടകാലത്ത് യുദ്ധം നേരിട്ടിരിക്കുകയാണ്. രാജാവും ഹല്ലേലൂയ സൈന്യവും യുദ്ധക്കളത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ജനവും പുരോഹിതനുമെല്ലാം ഈ കഷ്ടകാലം എങ്ങനെയാണ് അത് പ്രതികൂലമായിട്ട് തീരുമോ അനുകൂലമായിട്ട് തീരുമോ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഈ ഹല്ലേലൂയ പോർക്കളത്തിൽ നിൽക്കുന്നവരെ ധൈര്യപ്പെടുത്താൻ, രാജാവിനെ ഉറപ്പിക്കാൻ, ശത്രു രാജാവിനെ നോട്ടമിടാതെ കാത്തു സൂക്ഷിപ്പാനൊക്കെ ഇപ്പുറത്തെ തലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമുക്കിവിടെ കാണുന്നത് കൊണ്ട് ഇടയാക്കി തീരുന്നു. ദൈവമക്കളെ, നമ്മുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന കരങ്ങളില്ലെങ്കിൽ നമുക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാത്തപ്പോഴും നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മുമ്പിരുന്ന സഭകളിൽ ഒക്കെ പറയാറുണ്ട്, നമ്മൾ മുമ്പിരുന്ന സഭകളിൽ ഇപ്പം ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എങ്ങനെ പോയാലും 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമുക്ക് പരസ്പര പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കൊരു ആഴത്തിലുള്ള ഒരു ബലമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വീടുകളിൽ കടന്നു വരാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഹല്ലേലൂയ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ വലയം എപ്പോഴും ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്നത്തെ സമയത്ത് അതുപോലെ നിങ്ങളുടെയും
പ്രാർത്ഥന. അവിടെയാണ് നാം വായിക്കുന്നത്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് എന്ത് ചെയ്യട്ടെ, ഉത്തരമരുളുമാറാകട്ടെ. ധൈര്യപ്പെടുത്തി വിടുക. ദാവീദിനെ ധൈര്യപ്പെടുത്തി വിടുകയാണ്. ഈ കഷ്ടകാലം മാറും. ഹല്ലേലൂയ. ഈ കഷ്ടകാലത്തിനകത്തൊരു വിജയമുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞു വിടാൻ ഈ ഹല്ലേലൂയ അനുയായികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവിടെ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. 37-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 39-ാമത്തെ വാക്യം വായിച്ചേ. 37-ാം സങ്കീർത്തനത്തിന്റെ 39-ാമത്തെ വാക്യം. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. പ്രൈസ് ലോർഡ്. നീതിമാന്മാരുടെ രക്ഷ, ഹല്ലേലൂയ, എവിടെ നിന്നാ വരുന്നേ? യഹോവയിങ്കൽ നിന്ന് വരുന്നു. നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. അപ്പം ആർക്കാണ് രക്ഷ വരുന്നത്? ആർക്കാ രക്ഷ വരുന്നേ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്. ഹല്ലേലൂയ. നമ്മൾ അറിയത്തില്ല, നാം ഹല്ലേലൂയ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ എല്ലാ ഭാഗത്തു നിന്ന് ദൈവം രക്ഷിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. മരണത്തിന്റെ വക്കോളം എത്തിയ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാത്ത, ഹല്ലേലൂയ, സഹോദരങ്ങളുടെ സ്തോത്രം സന്തോഷം ഹല്ലേലൂയ കാണാൻ കഴിയാത്ത എത്രയോ അപമാനത അനുഭവിക്കേണ്ടി വന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരവലയത്തിനകത്ത്, സംരക്ഷണത്തിന്റെ വലയം ഹല്ലേലൂയ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, തീർത്തു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ഹല്ലേലൂയ ഇല്ലാതിരുന്നപ്പോൾ സന്തോഷം നമ്മുടെ ഉള്ളിൽ തരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ സ്നേഹമാ. അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. വിശ്വസ്തത പുലർത്തിയാൽ, ദൈവ സന്നിധിയിൽ വിശ്വസ്തത നമ്മൾ പുലർത്തിയാൽ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് രക്ഷ വരുത്തി തരും. അവിടെയാണ് വായിക്കുന്നത്. എന്നിട്ട് പറയുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു എന്ന് പറഞ്ഞ സംരക്ഷണമാണ്. കഷ്ടകാലത്ത് ദൈവത്തിന്റെ സംരക്ഷണം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തെല്ലാം ഹല്ലേലൂയ സംവിധാനങ്ങൾ നമ്മളെ സഹായിപ്പാനുള്ളവരോ നമ്മുടെ സമ്പത്തോ പിടിപാടോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ ദൈവത്തിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ അവിടെ വായിക്കുന്നു, നീതിമാന്മാരുടെ രക്ഷ എവിടെ നിന്നാ വരുന്നേ? യഹോവയിങ്കൽ നിന്ന് വരുന്നു. നീതിമാന്മാരുടെ 59-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കും. 59-ന്റെ 16 കൂടെ വായിച്ചാട്ടെ. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. പ്രൈസ് ലോർഡ്. അവിടെ വായിക്കുന്നത് വളരെ വിശാലമായിട്ട് അവിടെ വായിക്കുകയാണ്. എന്താണോ? ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. അങ്ങനെ ഞാൻ ഘോഷിച്ചാനന്ദിക്കുമ്പോൾ എനിക്കൊരു കഷ്ടകാലം വന്നാൽ നീ എന്റെ ഗോപുരമായിരിക്കും. ഹല്ലേലൂയ. കഷ്ടകാലം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നല്ല പറഞ്ഞേ. നല്ല കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മുമ്പിൽ നിന്നാൽ നമുക്കൊരു ഹല്ലേലൂയ ക്ഷീണാവസ്ഥ വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ആര് കാണും? ദൈവം കാണും. ആരോഗ്യമുള്ളപ്പോ, ബലമുള്ളപ്പോ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി സമയം വേർതിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ തീർച്ചയായിട്ടും നമുക്ക് രക്ഷ ദൈവം ഒരുക്കി തരും. ഹല്ലേലൂയ സ്തോത്രം. ആരോഗ്യമുള്ളപ്പം ഹല്ലേലൂയ ബലമുള്ളപ്പം കഴിവുള്ളപ്പം ദൈവത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും കട്ടിലെ കയറി ഇനി എഴുന്നേക്കത്തില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിനല്ല അർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കിടന്ന് നെടുവേർപ്പിട്ടിട്ട് കർത്താവേ എന്നെ സഹായിക്കണേ, എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിനല്ല അർത്ഥം. നമുക്ക് ആരോഗ്യമുള്ളപ്പം ദൈവത്തിന് കൊടുക്കണം.
നമ്മളെ തന്നെ സമർപ്പിക്കണം, സമയം വിട്ടു കൊടുക്കണം, നമ്മൾ ഇടുകയിൽ നിൽക്കണം. ആരെയും നോക്കരുത്. അവര് വന്നില്ലാത്തത് കൊണ്ട് ഞാൻ വന്നില്ലെന്ന് പറയാൻ ഇടയാക്കരുത്. ഈ അവരും ഇവരും ഒന്നും പിന്നീട് കാണത്തില്ല. ഹല്ലേലൂയ. അവരെയും ഇവരെയും നോക്കിയാൽ നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അവര് വരാഞ്ഞത് കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിക്കരുത്. അവരെയും ഇവരെയും കണ്ടോണ്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏകരക്ഷകനായ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. എനിക്ക് രക്ഷ പ്രാപിക്കണം, എന്റെ നന്മ എനിക്ക് നേടിയെടുക്കണം എന്ന് ആര് വിശ്വസിക്കുന്നു അവിടെയാണ് പറയുന്നത്, ഞാനോ എന്ത് ചെയ്യും, നിന്റെ ബലത്തെ കുറിച്ച് പാടും. ദൈവം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ ദൈവത്തിന് നന്ദി കരയറ്റാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരെ. ദൈവം ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവം ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ദൈവസന്നിധി നിൽക്കണ്ട. ദൈവം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ബലത്തിന് നന്ദി പാടാൻ നമ്മള് ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഉപകാരം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്തെങ്കിലും നന്മ നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മ സങ്കീർത്തനക്കാരൻ പറയാ, ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും. എന്നിട്ട് പറയാ, അധികാലത്ത് ഞാൻ നിന്റെ ദയയെ കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഇന്നലെ രാത്രി കാലം ഉറങ്ങാൻ എനിക്ക് ഹല്ലേലൂയ ഭാഗ്യം അനുവദിച്ചു. നല്ലൊരു ദിവസം എനിക്ക് പ്രഭാതമായിട്ട് എന്റെ കയ്യിൽ തന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പാടാൻ കഴിയും? എത്ര പേർക്ക് ആ സന്തോഷം ഹല്ലേലൂയ ആനന്ദിപ്പാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് അതാണ്. എന്നിട്ട് ഘോഷിച്ചാനന്ദിക്കും. അങ്ങനെയുള്ള ഭക്തനെ കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് അഭയസ്ഥാനവും ഗോപുരവുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് ദൈവം എത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം, അഭയസ്ഥാനം. ഏറ്റവും ഗോപുരം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നതാണ്. ഏറ്റവും ഉയർച്ച പ്രാപിപ്പാൻ, ഏറ്റവും സംരക്ഷണം നൽകാൻ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. അവരും ഇവരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും ഒന്നും നമ്മളെ നോക്കണ്ട. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാൻ നാവ് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹല്ലേലൂയ അതരങ്ങളെ തുറന്ന് ആരാധിപ്പാൻ വായി തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ ബലമുള്ള ഒരു ഹല്ലേലൂയ കൈയും ഹല്ലേലൂയ ആരോഗ്യമുള്ള ഒരു നാവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടി സ്തുതിക്കണം. പരിസരം നോക്കിയിട്ടല്ല, മറ്റുള്ളവർ ആരാധിക്കുന്നത് കണ്ടിട്ടല്ല, അവര് കൈകൊട്ടുമ്പോ ഞാൻ കൊട്ടിയില്ലേ എന്താണെന്ന് വിചാരിച്ചല്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കള് അവിടെ വായിക്കുന്നു, ഞാനോ നിന്റെ ബലത്തെ കുറിച്ച് പാടും. ആരുടെ ബലത്തെ കുറിച്ചാ? ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഹല്ലേലൂയ വേദനപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ വഴക്ക് കേൾക്കേണ്ടി വരും, ആക്ഷേപങ്ങളും നിന്ദകളും സഹിക്കേണ്ടി വരും. നമ്മുടെ കുടുംബക്കാരുടെ നടുവിൽ നാം ആക്ഷേപങ്ങളും നിന്ദകളും സഹിക്കേണ്ടി വരും. അതിന്റെയൊക്കെ ഹല്ലേലൂയ പേരിൽ ഹല്ലേലൂയ എപ്പോഴും പഴി പറഞ്ഞ് വേദനപ്പെട്ട് നിൽക്കാനല്ല കർത്താവ് പറയുന്നത്. ദൈവത്തിന്റെ ബലത്തിൽ ഞാൻ പാടും. ആ നിന്ന എനിക്ക് ആനന്ദമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പരിഹാസം എന്നെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നാളുകളിൽ, ഇന്നലകളിലെ പരിഹാസമുണ്ടല്ലോ, നാളുകളിലേക്ക് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാനുള്ള പടിയാണെന്ന് വിചാരിക്കാൻ ഇന്ന് പല സമയത്ത് ഞാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ നിലവാരത്തിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യട്ടെ, നിന്നെ ഉയർത്തുമാറാകട്ടെ. 13 തവണ ഈ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ ഉയർത്തട്ടെ എന്ന് പല ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. 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 ഭാരം വരും. ഒരു കൂട്ടായ്മ ബന്ധമെന്ന് പറയുന്നത്, ഒരു ഭാരം വരുമ്പോൾ ഹല്ലേലൂയ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒക്കെ നമുക്കുണ്ട് എന്ന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് കൂട്ടായ്മ ബന്ധത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. നമുക്കൊരു ഭാരം വരുമ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണും. ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി ഒന്നും
നേടാൻ, ഈ ലോകത്തിലെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെ വ്യക്തി ബന്ധങ്ങൾ, ഹല്ലേലൂയ, കൂട്ടായ്മ ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ മറ്റേ തങ്കച്ചായന്റെ അടക്കിന് പോയപ്പോൾ ആ തലേദിവസം ആ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടി. ഹല്ലേലൂയ. അദ്ദേഹത്തെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊക്കെ എന്താ ചെയ്യുന്നേ? ഹല്ലേലൂയ, അത്രമാത്രം തന്റെ ഹല്ലേലൂയ ഒരു വാക്ക് അങ്ങനെ ആരോട് സംസാരിച്ചാൽ ദൈവത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. ഹല്ലേലൂയ. ഈ നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ കരവിലാന്ന മനുഷ്യൻ സംസാരിക്കുന്നില്ല. ഞങ്ങളോട് ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ താൻ കുറച്ചു നേരം കൊണ്ട് പറയാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ, ലോകപരമായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഈ ദൈവത്തിന്റെ വഴികളെ കുറിച്ചാണ്. ഞങ്ങളോടൊക്കെ സ്തോത്രം കണ്ടുമുട്ടിയ 1-2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടുമുട്ടിയ ആ സമയത്തൊക്കെ ഞങ്ങളൊരു പരസ്യയോഗത്തിന് പോയപ്പോൾ അദ്ദേഹം വളരെ ദൈവത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയൊക്കെ സാക്ഷ്യം പറഞ്ഞ്. ഹല്ലേലൂയ. അവിടുത്തെ സഭയിലെ മെമ്പേഴ്സ് സാക്ഷ്യം പറഞ്ഞ് നടത്താം. ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് മറ്റുള്ളവരൊരു സാക്ഷ്യം പറയാൻ നമ്മളൊരു ഹല്ലേലൂയ അവസരം, കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആരായിരുന്നു എന്ന് സാക്ഷ്യം പറയാൻ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തണം. ഹല്ലേലൂയ. ഇന്നത്തെ സമയത്ത് അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്താണ്? നമ്മളെ ഉയർത്തും. യാക്കോബിനെ എന്താ? യാക്കോബ് ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവനാ, ചതിയനാ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അവനെ ശിക്ഷിക്കേണ്ടവനാ. പക്ഷേ ഹല്ലേലൂയ അവന് ദൈവവുമായിട്ട് ആഴമായ ഒരു ബന്ധം. ഹല്ലേലൂയ. ജ്യേഷ്ഠനെ സഹിച്ചു, ചതിച്ചു. ഹല്ലേലൂയ. അപ്പനെ പറ്റിച്ചു, എന്തെല്ലാം വിദ്യകൾ അവൻ കാണിച്ചു. പക്ഷേ അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവനാ. നമ്മളൊക്കെ എത്രയെത്ര ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവനാ. പക്ഷേ ദൈവത്തെ അവൻ ഹല്ലേലൂയ പിടിച്ചപ്പോൾ, അത് മുറുകെ പിടിച്ചു. ദൈവത്തെ അവൻ ഹല്ലേലൂയ അറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് യാക്കോബിന്റെ ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർത്തി. ഹല്ലേലൂയ. നമ്മുടെ മുൻകാല കുറവുകളെ എല്ലാം ക്ഷമിക്കാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് വിശ്വസ്തത പുലർത്താൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയുള്ള കട്ടിയായ മലയാള വാക്കുകളൊക്കെ പറയുമ്പോൾ പ്രിയ സോളമനെ ഒന്നും മനസ്സിലാകത്തില്ല അല്ലെ? എന്തെങ്കിലും പുരിയുന്നതാണ്, കൊഞ്ചുമ്പോ പുരി. ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. ഏതാണ്ട് ഡൗട്ട് എന്നാ കേളഞ്ഞ് അപ്പുറമാ ചൊല്ലിത്താരം കിട്ടിയാണ്. ഓക്കെ. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നു. അപ്പം നാം പറയുന്ന കാര്യം ഇവിടെ പറയുക, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ എന്ത് ചെയ്യണം? ഉയർത്തുമാറാകട്ടെ, നിന്നെ ഉയർത്തുമാറാകട്ടെ. ദൈവമായ കർത്താവിന്റെ പക്കൽ നിന്നാണ് ഒരു ഭക്തൻ ഉയർച്ച വരുന്നത്, ഒരു വ്യക്തിക്ക് ഉയർച്ച വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്. നമുക്ക് സമയത്തിന്റെ പരിധി ഉണ്ടല്ലോ. 2ാമത്തെ വാക്യം വായിച്ചാൽ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാം ഹല്ലേലൂയ പല ആപത്തുകൾ കർത്താവ് സഹിക്കേണ്ടി വന്നു. ജനനം മുതൽ താൻ ഹല്ലേലൂയ താൻ ഒത്തിരി ആപത്തുകൾ തന്റെ മുമ്പിൽ കടന്നു വന്നു. അവിടെ എല്ലാം കർത്താവ് ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയിലൂടെ. ഹല്ലേലൂയ. എല്ലാം പകലെല്ലാം പൊതുസ്ഥലങ്ങളിലെല്ലാം ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ആ ആപത്തുകളിൽ ഹല്ലേലൂയ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് മുൻകൂട്ടി കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ രാത്രി കാലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ കഷ്ടകാലം എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ കഷ്ടകാലത്തിന്റെ പ്രതിനിധിയാണ് കർത്താവ്. ഹല്ലേലൂയ. ഒരു കഷ്ടകാലത്തിന്റെ പരമ്പര തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലുമൊക്കെ വേദനാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിനൊക്കെ എന്തൊക്കെയോ പദ്ധതി ഉണ്ടെന്ന് വിചാരിച്ചോണം.
കർത്താവിന്റെ പിന്നിൽ ഒത്തിരി കഷ്ടകാലം കടന്നു വന്നത്, പ്രതികൂലം കടന്നു വന്നത്, അത് കർത്താവ് പ്രാർത്ഥിച്ച് ജയിച്ചു എങ്കിൽ ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ജയിക്കണം. നാളെ നിൽക്കണമെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. നാളത്തെ ബലം ഇന്നത്തെ പ്രാർത്ഥനയാണ്. നാളത്തെ ബലമെങ്കിൽ ഞാനും നിങ്ങളും ഉദാസീനതയോടെ നിൽക്കരുത്. കർത്താവ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ ഒരു ഉദാഹരണമാണ് കാണിച്ചു തന്നെ. ഹല്ലേലൂയ. നാളെ എവിടെ ശുശ്രൂഷിക്കണമെന്ന് കർത്താവ് മുൻകൂട്ടി കണ്ടിട്ട് ഇന്ന് രാത്രിയിലിരുന്ന് ആ വിഷയത്തിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി, ആ മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, ആ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവ് ആരെ രക്ഷിക്കാൻ പോകുന്നു എന്നുള്ള സ്തോത്രം, എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം വേദന അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മളിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഈ ആലയത്തിനകത്ത് നിന്ന് അനുഗ്രഹം പ്രാപിച്ചു പോണം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക്, അവൻ ആരാധനയ്ക്ക് വന്നാൽ ഈ ആലയത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ സഹായം ലഭിക്കും. വിശുദ്ധ മന്ദിരത്തിനകത്ത്, ദൈവം വസിക്കുന്ന ആലയത്തിനകത്ത് ദൈവത്തിന്റെ സഹായം ഉണ്ടാകും. ഹല്ലേലൂയ. അത് പ്രതീക്ഷിച്ച നമ്മൾ ഇവിടെ കടന്നു വരുന്നത്, നമുക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കണം. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ വരെ എന്നെ സൂക്ഷിച്ച ദൈവം നല്ലൊരു പ്രഭാതം തന്നു. ആ ദൈവത്തിന്റെ സഹായം എത്രമാത്രം അനുഭവിച്ചറിഞ്ഞതാ. ആ സഹായം ദൈവാലയത്തിൽ കടന്നു വന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായിട്ട് എനിക്ക് ലഭിക്കണമോ എന്നുള്ള ആ ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ ഹല്ലേലൂയ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല കാലം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടിയിട്ട് വൻ കാര്യങ്ങൾ ചെയ്യുന്ന 77-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, 77-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ: നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തി. 77-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ദൈവമേ, നിന്റെ വഴി എന്താണ്? വിശുദ്ധമാ. ദൈവത്തിന്റെ വഴി എന്താണ്? വിശുദ്ധമാ. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരാവുന്നത്? അപ്പം ദൈവത്തിന്റെ വഴി എന്താണ്? തികവുള്ളതാണ്. ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ്. ആ വഴിയിൽ സഞ്ചരിക്കുന്നവരെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി വിശുദ്ധമായതുകൊണ്ട് ആ വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? ഇന്ന് സ്തോത്രം. ഹല്ലേലൂയ. ധനിയോട് ചോദിച്ചാൽ പറയും ദൈവം ആരാണെന്നല്ലേ? ഇന്ന് പഠിച്ചത് അങ്ങനെയാ അല്ലെ? ദൈവം ഹല്ലേലൂയ ആഴിയിൽ പൂഴിയെ അളക്കുന്ന ദൈവം. ഹല്ലേലൂയ. വെള്ളത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവമാണ്. ആകാശത്തെ ഹല്ലേലൂയ ചരടുകൊണ്ട് അളക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത്ര വലിയ ദൈവം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവമാരുള്ളൂ. ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ബാത്റൂമിലേക്ക് ഹല്ലേലൂയ കടന്നുപോയ ഒരു സഹോദരി, ആ ഹല്ലേലൂയ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്ത് മരണപ്പെടുവാൻ ഇടയായിത്തീരും. കേരളമൊക്കെ ഇന്ന് വലിയ ഹല്ലേലൂയ കാര്യങ്ങളായിട്ട് കൊണ്ടു നടക്കുക അല്ലെ? ഹല്ലേലൂയ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട് അതിനെക്കാട്ടി ശോചനീയമായിട്ടുള്ള വീടുകളിലൊക്കെ നമ്മൾ പാർക്കുന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ നീരോട്ടമുള്ള സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാറ്റടിച്ചാൽ മറിയത്തക്ക നിലവാരത്തിൽ ആ ഹല്ലേലൂയ മണ്ണുകളൊക്കെ ഇളകി നിൽക്കുന്ന ആ മരത്തിന്റെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ ആ കാറ്റത്താടി ഉലയുന്ന മരം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അത് നമ്മളെ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ
നമ്മുടെ ഭവനം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ബ്രേക്കിന്റെ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ നൂലിന്റെ കനമുള്ള സ്പ്രിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ആക്സിലേറ്ററെ കാല് കൊടുക്കുന്നു, ബ്രേക്കെ കാല് കൊടുക്കുന്നു, ഹല്ലേലൂയ, അതിങ്ങനെ പറക്കുന്നു. ഹല്ലേലൂയ, കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ, ആ വലിയവനായ ദൈവം. ഹല്ലേലൂയ, ബ്രേക്ക് സെറ്റ് ഒക്കെ അഴിക്കുമ്പോ നോക്കണം, അതിന്റെ ഒരു സ്പ്രിങ്ങിന്റെ കനമൊക്കെ നോക്കിയാൽ ഹല്ലേലൂയ, നമ്മൾ ഇത് വെച്ചാ താങ്ങുന്നേ അല്ലേ, ഹല്ലേലൂയ, പറപ്പിക്കുന്നേ. ആ മീറ്ററിലോട്ട് നോക്കുന്ന 30-ലാണ് പോകുന്നത്, എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 50-ലോട്ട് വെക്കും. ഹല്ലേലൂയ, മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഇവിടെയൊക്കെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവിടെയൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യം വായിച്ചാട്ടെ, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആശ്രയത്തിന്റെയും ഉറപ്പിന്റെയും ചില പടികൾ ഹല്ലേലൂയ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ആശ്രയിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും. അതിന് സ്തോത്രം, ഹല്ലേലൂയ, ചില പടികൾ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയിൽ കേൾക്കുന്ന ഒരു ദൈവം, കഷ്ടതയുടെ നിലവിളിയിൽ കേൾക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു, നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, രണ്ടുപേര് യാഗം കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഒരുവൻ ഹല്ലേലൂയ മനസ്സോടെ ശ്രേഷ്ഠമായത് കൊണ്ടുവന്ന് കൊടുത്തു. മറ്റൊരുവൻ ഹല്ലേലൂയ, എല്ലാരും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും കൊടുത്തില്ല, എന്നാ വിചാരിക്കും, ഹല്ലേലൂയ, ഉണ്ടായിട്ടല്ല, എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സോടെ കൊടുത്തവനെ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മനസ്സും സന്തോഷവും ഇല്ലാതെ കൊടുത്തവനെ ദൈവം ശപിക്കുന്നു. ഹല്ലേലൂയ, ഇതിനെ നമുക്കറിയാം. ഹല്ലേലൂയ, സന്തോഷത്തോടെ കൊടുത്ത ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് സന്തോഷത്തോടെ കൊടുക്കാൻ, നല്ല മനസ്സോടെ കൊടുത്താൽ നമുക്കത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഒരു പ്രാഗിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് കയറി വരാൻ പറ്റിയത് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നതും നല്ല സന്തോഷത്തോടെ കൊടുക്കുന്നതിനും രണ്ടിനും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ മറുപടി തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, സ്തോത്രം, എബ്രായ ലേഖനക്കാരൻ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, എബ്രായ ലേഖനം 7:1 വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചേ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അവിടെ വായിക്കുന്നു. ശാലേം രാജാവ് എന്താണ്? അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് എന്ത് ചെയ്തു? രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് ചെന്നിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. കാരണം എന്താണെന്ന് അറിയാം, ആ അനുഗ്രഹം എന്താ കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം എന്തെങ്കിലും ചെയ്തത്, എന്തെങ്കിലും കൊടുത്തത്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ തന്റെ ഹൃദയം തുറന്നങ്ങ് കൊടുക്കുകയാണ്. അവനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കൊടുത്ത അനുഗ്രഹം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ മനസ്സും ശരീരവും ജീവനും വിശുദ്ധിയും എല്ലാം ദൈവത്തിന് കൊടുക്കണം. എല്ലാത്തിനെയും ദൈവം തൂക്കി നോക്കും. ഹല്ലേലൂയ. നമുക്ക് കഴിവും സാമർത്ഥ്യവും പ്രാപ്തിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ഒരുപോലെ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് താഴോട്ട് വരാം. 4-ാമത്തെ വാക്യം വായിച്ചു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം
അവൻ അത് നിനക്ക് നൽകും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നതാണ് ദൈവം. ഹല്ലേലൂയ. ഞങ്ങൾ ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊരു ഉയർച്ചയില്ലല്ലോ, ഞങ്ങൾക്കൊരു ഹല്ലേലൂയ നന്മയും ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്താൽ അവിടെ വായിക്കുന്നു, നിന്റെ വഴിപാടുകളെയൊക്കെ അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. അപ്പോൾ അവിടെ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെങ്കിലും അവൻ നിനക്ക് നൽകും. നമുക്ക് ഹൃദയത്തിൽ എത്രമാത്രം ആഗ്രഹങ്ങളുള്ളത്, എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുള്ളത്, അത് നമുക്ക് തരണമെങ്കിൽ ചിലര് കണ്ടിട്ടില്ലേ, ഹല്ലേലൂയ, ഒന്നും പ്രാപിച്ചിട്ടില്ല, ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് പോയ എത്രയോ പേരുണ്ട് നമ്മുടെ മുമ്പിൽ. എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, ഞാനത് വിവരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ച, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അനുഗ്രഹങ്ങൾ പ്രാപിച്ച, തലമുറകളുടെ നന്മകളൊക്കെ കണ്ട എത്രയോ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ അവരെല്ലാം ദൈവത്തിന് വേണ്ടി നിന്നവനാണ്, ദൈവത്തിന് വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. യബേസ് ദൈവത്തോട് കർത്താവേ, എന്റെ അതിരൊന്ന് വിസ്താരമാക്കി തരണം. യബേസ് പ്രാർത്ഥിച്ചത് അവൻ ലഭിച്ചെന്നാ വചനത്തിൽ വായിക്കുന്നത്. അറിയാമോ എവിടെയാണ്? ഹല്ലേലൂയ. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം. അപ്പൊ യഹോവ എന്ത് പ്രാർത്ഥിച്ചോ, 1 ദിനവൃത്താന്ത പുസ്തകം. ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അപ്പം യബേസിനെക്കാട്ടിൽ കുറഞ്ഞവരാണ് നമ്മള്. ഹല്ലേലൂയ. അപ്പം നമ്മളിൽ ഒരു ദൈവത്വം കടന്നു വരണം, ഒരു ദൈവ സ്നേഹം നമ്മളിൽ കടന്നു വരണം. അതുകൊണ്ടാണ് എഫേസ് അവന്റെ ചരിത്രമൊക്കെ നോക്കിയ വല്ലാത്ത ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യന്, ഒത്തിരി അധ്യായങ്ങളൊന്നും അവനെ കുറിച്ച് പറയാനില്ലെങ്കിലും ഹല്ലേലൂയ, ഉള്ള സന്ദർഭം ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ അവനെ തന്നെ വെളിപ്പെടുത്തി. എന്താണെന്നറിയാമോ? അവനെ പ്രസവിച്ചതോടുകൂടി സ്തോത്രം വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അവന് കുടുംബമൊക്കെ അനുഭവിച്ചു. അവൻ ഹല്ലേലൂയ എല്ലാവരും തഴയപ്പെട്ടു. പക്ഷേ എല്ലാവരും തഴഞ്ഞപ്പോൾ അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. അതാണ് അവന്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് നിന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. ഹല്ലേലൂയ. അത് അവിടെ നിന്ന് വായിക്കുന്നു, അവൻ അവിടെ ദൈവം അവന് നൽകിയെന്ന് പറയുമ്പോൾ കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. പിന്നെ അവന്റെ ചരിത്രമില്ല. കാര്യം അവൻ ദൈവസന്നിധിയിലുണ്ട്. എത്രയോ പേർ സൗഖ്യം പ്രാപിച്ചവരുണ്ട്, എത്രയോ പേർ ഹല്ലേലൂയ ആ രക്തസ്രാവക്കാരി ഏറ്റവും എല്ലാം മുതലും നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന ഒരു വ്യക്തി, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് പിന്നെ ചരിത്രമില്ല. ഹല്ലേലൂയ. പിന്നെ അവള് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത്, യേശുവിന് കഷ്ടകാലം വന്നപ്പോൾ ആ സമയത്തൊന്നും അവളില്ല. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം മുതലും നഷ്ടപ്പെടുത്തിയിട്ടും എല്ലാവരും കൈ ഒഴിയപ്പെട്ടിട്ടും ഹല്ലേലൂയ യേശുവിനെ ഒന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയ 7 ഭൂതം ബാധിച്ചവൾ. ഹല്ലേലൂയ. അവളെ കാട്ടിൽ ഹല്ലേലൂയ മാന്യമായിട്ട് യേശുവിന്റെ കൂടെ നിൽക്കേണ്ടവളാ. പക്ഷെ അവളെ കാണുന്നില്ല. ഹല്ലേലൂയ. സൗഖ്യം പ്രാപിച്ചവരും വിടുതൽ പ്രാപിച്ചവരും എല്ലാം നമ്മളിൽ നിന്ന് സന്തോഷം അനുഭവിച്ചവരും സുഖം പ്രാപിച്ചവരും ഒന്നും എപ്പോഴും എല്ലാ കാലത്തും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആരെയെങ്കിലും ദൈവം ഒരുക്കും. നമ്മൾ സഹായിച്ചവർ നമ്മളെ തിരിച്ചു സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഒരിക്കലും ഇരിക്കരുത്.
നമ്മളെ സഹായിപ്പാൻ ഒരാളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് നമ്മളെ സഹായിച്ചവരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ സഹായങ്ങൾ ആർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചടികൾ മാത്രമേ ചിലപ്പോൾ കിട്ടത്തുള്ളായിരിക്കാം, പരദൂഷണം മാത്രമേ കിട്ടത്തുള്ളായിരിക്കാം. അവർ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് കണ്ടില്ലേ, അവർ ചെയ്തത് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് നമുക്കെതിരായിട്ടൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ കൈമൈ അറിയാതെ ചെയ്ത സഹായത്തിന് മറ്റൊരു ഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് സഹായം എത്തിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഹല്ലേലൂയ അവരുടെ സഹായം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് ദൈവമക്കളെ. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ഞാൻ ചെയ്താൽ വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചത് തന്നെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകത്തിലും ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു ഭാഗം കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞത്, രാജാവിനോട് പറഞ്ഞത്, രാജാവിനോട് പറഞ്ഞത് അദ്ദേഹം ആ വ്യക്തിക്ക് കൊടുക്കുവാൻ, എസ്തേറിന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പുതിയ നിയമത്തിൽ ഒരുത്തിയോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? രാജ്യത്തിന്റെ പകുതി വേണേലും ഞാൻ നിനക്ക് തരാം, എനിക്ക് വേണ്ടത് യോഹന്നാന്റെ തലയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ എനിക്ക് വൈരാഗ്യമായിട്ട് നിൽക്കുന്നവന്റെ തല എനിക്ക് മതിയെന്ന്. ഹല്ലേലൂയ. ദൈവകൃപ എനിക്ക് വേണ്ട, ദൈവം തരുന്ന നന്മയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അവന്റെ തല മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരാ കൂടുതൽ. ഹല്ലേലൂയ. ഞാൻ രക്ഷപ്പെട്ട് നിൽക്കണം, അവന്റെ തല പോകണം. ഹല്ലേലൂയ. സ്തോത്രം. അവനാ ഇവിടെ ഈ ദേശത്ത് പ്രാർത്ഥിച്ച് ഇവരെ എല്ലാം കൊല്ലുന്നത് അവനാ, അതുകൊണ്ട് അവന്റെ തല പോകണം. ഹല്ലേലൂയ. ഞാൻ രക്ഷപ്പെട്ട് നിൽക്കും. ഇവിടെ ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിന്റെ താഴോട്ട് വായിച്ചേ, 5-ാമത്തെ വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിച്ചേ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. ആരെല്ലാം ഏതെല്ലാം നിലവിലൊക്കെ പൊക്കോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ദൈവമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടമുണ്ട്, നമുക്ക് കരയാനൊരു ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നദ്ധിയുണ്ട്. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ആരെല്ലാം ഏതിന്റെ എല്ലാം പുറകെ പോയാലും ഹല്ലേലൂയ നമ്മളെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിപ്പാൻ ഇടയായി തീരണം. കഴിഞ്ഞ ഹല്ലേലൂയ ദിവസം ഹല്ലേലൂയ അമേരിക്ക കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജലപ്രളയം. ഹല്ലേലൂയ. ഒരു സെമിനാറിൽ പങ്കെടുത്ത, ക്രിസ്തീയ സെമിനാറിൽ പങ്കെടുത്ത 30 കുഞ്ഞുങ്ങളെ കാണാതെ പോയി. ഹല്ലേലൂയ. 30 കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. നമ്മളൊക്കെ കാണത്തില്ല, നമ്മള് CM-ന്റെ ക്യാമ്പിനും ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പിനൊക്കെ പോകുന്നത് പോലെ ഒരു സെമിനാറിന് അവർ പങ്കെടുത്ത കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളായി എല്ലാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. അമേരിക്ക എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഏക്കർ കണക്കിന് സ്ഥലമാ തീക്കിരയാക്കി കളഞ്ഞത്. ലോകത്തെ മൊത്തം അവരുടെ കയ്യിലാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് ദൈവത്തെ കൂടുതൽ ഭയമില്ലാതെ നിൽക്കുകയാണ്. അവരെല്ലാവരെയും ഹല്ലേലൂയ അവരുടെ പരിധിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ 1 സെക്കൻഡ് മതി. ഹല്ലേലൂയ. 1 സെക്കൻഡ് മതി. ദൈവം എന്തെല്ലാം കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നേ, ദൈവം എന്തെല്ലാം പ്രകൃതിയിൽ കാണിച്ചു തരുന്നേ. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ വായിക്കുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുക ഹല്ലേലൂയ, എനിക്കെതിരായി നിന്നവർ, 8-ാമത്തെ വാക്യത്തിൽ, എനിക്കെതിരായി നിന്നവർ അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു. ഹല്ലേലൂയ. അവർ വിജയം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്കെതിരായി നിന്നവർ കുനിഞ്ഞു വീണുപോയി. അതാണ് ഹല്ലേലൂയ. എതിരായി നിന്നവരെ ദൈവം എന്ത് ചെയ്യും? നമ്മളെ പരാജയപ്പെടുത്തേണ്ട ദൈവം പരാജയപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മളെ നിവർന്ന് നിൽക്കുമാറാക്കുന്ന ഒരു ദൈവം.
ഇന്ന് പല സമയത്ത് ദൈവമക്കളെ അവിടെ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരളയണമേ എന്ന് അവിടെ പറഞ്ഞ് ഈ സങ്കീർത്തനം നിർത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ കോട്ടയത്ത്